സംവരണ പട്ടിക കാലോചിതമായി പുതുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ മെക്ക ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. രമേശ് പിഷാരടി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മെക്ക ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാപരമായ അവകാശ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് രമേശ് പിഷാരടി അറിയിച്ചു. ഈ 200 വർഷം കൊണ്ട് ഇന്ത്യയിൽ ആകെ വന്നിട്ടുള്ളത് 1 ലക്ഷം ബ്രിട്ടീഷുകാരാണ്. വെറും 1 ലക്ഷം ആളുകളാണ് വന്നിട്ടുള്ളത്. ഈ 1 ലക്ഷം ബ്രിട്ടീഷുകാർ കൂടി 38 കോടി ആളുകളെ 200 വർഷം അടക്കി ഭരിച്ചു. അടക്കി ഭരിക്കാൻ അവർക്ക് സാധിച്ചത് എന്താണ്? വെറും 1 ലക്ഷം പേരല്ലേ ഉള്ളൂ. ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും പേരെ അടക്കി ഭരിക്കാൻ പറ്റുന്നത്? ഇപ്പോഴും ഭരിക്കുന്നവരുടെ എണ്ണവും ജനങ്ങളുടെ എണ്ണവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ വാക്ക് അടക്കി ഭരിക്കുക എന്നാണ്. അതിന്റെ വ്യത്യാസത്തിന് എങ്ങനെ അവർക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഈ 38 കോടിയും അസംഘടിതരായിരുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ കാരണം. 1 ലക്ഷം പേർ ഒന്നിച്ചു നിൽക്കാൻ എവിടെയും ഉണ്ടായിരുന്നില്ല. അവരുടെ ഒന്നിച്ചു നിന്ന 1 ലക്ഷത്തിന്റെ എതിരെ ഈ 38 കോടിയിൽ ഒന്നിച്ചു നിൽക്കുന്ന 1 ലക്ഷം എവിടെയും കിട്ടിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അവർ അത്രയും നാൾ ഭരിച്ചത്. 100 കൊല്ലം എന്ന് പറയുന്ന സമയം കൊണ്ട് ഇവിടെ ഉണ്ടായത് വലിയൊരു ഏകീകരണമാണ്. ആ 100 കൊല്ലത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു വാക്ക്. അങ്ങനെ അതാണ് പിന്നീട് ഭരണഘടനയിൽ കയറിയതും നമ്മൾ തുടർന്നു പോകുന്നതുമെല്ലാം. പക്ഷേ ഈ 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന വിഘടിച്ച് നിന്ന ആളുകൾ അത്രയും അത് ഭരിക്കുന്നവരുടെ ഒരു തന്ത്രമാണ് എപ്പോഴും ആ വിഘടനം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലും അധികാര കേന്ദ്രങ്ങളിലും മുസ്ലിം പിന്നോക്ക വിഭാഗത്തിന് ലഭിക്കേണ്ട അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. മുസ്ലിം പിന്നോക്ക വിഭാഗത്തിനുള്ള സ്കോളർഷിപ്പായ മാർഗദീപം സമയബന്ധിതമായി നടപ്പിലാക്കുവാൻ സർക്കാർ ശ്രദ്ധ ചെലുത്തണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ശിക്ഷക് സദനിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PM നവാസ് അധ്യക്ഷത വഹിച്ചു. മെക്ക സംസ്ഥാന പ്രസിഡന്റ് MA ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണം എന്ന വിഷയത്തിൽ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം VS മുഹമ്മദ് ഇബ്രാഹിം, മെക്കയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NC ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർ വിഷയാവതരണം നടത്തി. മെക്ക സംസ്ഥാന ഭാരവാഹികളായ അബ്ദുസലാം ക്ലാപ്പന, മെഹമ്മൂദ് കൊല്ലം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മെക്ക സംസ്ഥാന ജില്ലാ നേതാക്കൾ ആശംസകൾ നേർന്നു. വിവിധ കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തലമുറ സംഗമത്തിൽ മുൻകാല നേതാക്കളെ ആദരിച്ചു. മെക്ക പാലക്കാട് ജില്ലാ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിന് റിട്ടേണിംഗ് ഓഫീസർ K ഉമർ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി C മുഹമ്മദ് ഷെരീഫ് സ്വാഗതവും ജില്ലാ ട്രഷറർ M അൻവർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.